ഹായ് ഓൾ, നീറ്റ് ആസ്പിരൻസിനോട് എന്ന സീരീസിലെ 5ാമത്തെ വീഡിയോയിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ്, നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നത്. നീറ്റിലേക്ക് ഇറങ്ങിക്കുകയാണ് ക്വസ്റ്റ്യൻ MCQ പ്രാക്ടീസ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാവർക്കും അറിയാം. പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പല അഭിപ്രായമുണ്ട്, കുറെ അധികം കൺഫ്യൂഷൻസ് ഉണ്ട്. സോ അത് നമുക്ക് ഇന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് ചിലപ്പോൾ എന്റെ തോനെ ആയിരിക്കില്ല നിങ്ങളുടെ തോനെ, അപ്പൊ എത്ര ഒരു മെഷറബിൾ ആയിരിക്കണം എന്നല്ലേ. തോനെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല, മാക്സിമം അല്ല തോനെ എന്നുള്ളതല്ല, എങ്ങനെ അതിന് പറയാ, എന്താ ഇതിന് പറയാ മലയാളത്തിൽ പരമാവധി. ഓക്കെ, പരമാവധി എന്നല്ല, ഒരുപാട് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു. ചിലർക്ക് അത് 10 ആയിരിക്കും ഒരുപാട്, ചിലപ്പോ 100 ആയിരിക്കും ഒരുപാട്, ചിലവർക്ക് 300 ആയിരിക്കും ഒരുപാട്. അപ്പൊ അത് ഡിഫറെന്റ് ആണ്. സോ കറക്റ്റ്ലി അതിന്റെ ഒരു ആംഗിളിലേക്ക് നമുക്ക് സംസാരിച്ചു പോവാം. സോ ഞാൻ ചോദിക്കാം. അപ്പോ ഞാൻ ഒരു ദിവസം ഒരു ആവറേജ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ക്വിക്ക് ആയിട്ട് നല്ലൊരു ലെവലിലേക്ക് എത്തി തുടങ്ങുന്നുണ്ട്. ഒരു ദിവസം ഞാൻ എത്ര ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരിക്കും? അത് ഡിപ്പെൻസ് ആണ്. ഡെഫിനറ്റ്ലി നമ്മൾ ചാപ്റ്റർ പഠിക്കുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു പോവുക. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഓരോരുത്തർക്കും ഒരു എന്താ പറയാ, അതുവരെ ചെയ്തു വെച്ച പ്രാക്ടീസിന് അത് ഡിപ്പെൻഡ് ചെയ്യും. ഡെഫിനറ്റ്ലി ഇപ്പൊ +2 വരെയൊക്കെ നല്ലോണം നീറ്റ് MCQ അല്ല, എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ NTSC പോലത്തെ അല്ലെങ്കിൽ ഈ ലോജിക്കിന്റെ കുറെ ക്വസ്റ്റ്യൻസ് സാധനങ്ങളൊക്കെ ഇങ്ങനെ സോൾവ് ചെയ്യാൻ ഇഷ്ടമുള്ള, സുഡോക്കു ഒക്കെ സോൾവ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കും. അപ്പൊ സുഡോക്കു സോൾവ് ചെയ്തിട്ട് കുറെ പരിചയമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് കുറച്ചും കൂടി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ചും കൂടി ഒക്കെ ചെയ്യാൻ പറ്റില്ല. അതിന് തന്നെ കെട്ടിമറിയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പൊ അവരത് കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇപ്പൊ +2 വരെ അങ്ങനത്തെ ഒരു അനലിറ്റിക്കൽ സാധനങ്ങളൊന്നും സോൾവ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ്. അപ്പൊ അവർക്ക് ലെവലിൽ കുറവായിരിക്കും സാധനം ഉണ്ടാവുക. ഓക്കെ, സ്റ്റിൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് 2 3 അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ കരഞ്ഞിട്ടാണെങ്കിലും എത്തിപ്പെടും. ആ എത്തിപ്പെടേണ്ട ആ ഒരു മിനിമം ലെവൽ എത്രയാണ്? നമ്മളിപ്പോ ഒരു ചാപ്റ്റർ മൊത്തം നോക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിന് ഒരു 200 ഒക്കെ ഒരു 300 ഒക്കെ ഒരു ബേസ് ലെവലായിട്ട് തന്നെ നമുക്കൊരു 200 ചെയ്യണം. നമ്മളിപ്പോ ഈ വീടൊക്കെ വെക്കുമ്പോൾ ഞാൻ എല്ലായ്പ്പോഴും എക്സാമ്പിൾ പറയാനുള്ളത്, നമുക്ക് ഒരു വീട് വെക്കുക, ഒരു 3 നിലയുള്ള വീട് വെക്കുകയാണെങ്കിൽ മണ്ണിന്റെ അടിയിലേക്ക് ഏകദേശം ആ 3 നില തന്നെ എന്തുണ്ടാവണം, ഒരു ഫൗണ്ടേഷൻ സ്ട്രെങ്ത് ഉണ്ടാവണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ 3 നില അവിടെ നിൽക്കില്ല, അത് മറിഞ്ഞടി പോകും. അതുപോലെ നമ്മൾ ഒരു ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവണമെങ്കിൽ ഒരു 200 ക്വസ്റ്റ്യൻ മണ്ണിന്റെ അടിയിൽ ഇടണം. എന്നിട്ട് വേണം നമുക്ക് അതിന്റെ മേളിലേക്ക് ബിൽഡ് ചെയ്തുകൊണ്ട്. അത് ബൈ ടൈം ഉള്ള പ്രോസസ് ആണ്. ഒന്നാമത്തെ ദിവസം 200 എത്തൂല. അപ്പൊ ഒന്നാമത്തെ ദിവസം ഞാനൊരു ബയോളജി ചാപ്റ്റർ 2 ലിവിംഗ് വേൾഡ് കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ ലൈവ് സെഷൻസ് ഓഫ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി ഞാൻ അതിന്റെ NCERT റീഡ് ചെയ്ത് അതിനകത്ത് ഒരു ചെറിയ വ്യത്യാസം കൂടി പറയാനുള്ളത്, ചിലപ്പോൾ ബയോളജി ഉണ്ട്, ഇനോർഗാനിക് കെമിസ്ട്രി ഉണ്ട്. ഈ 2 സാധനം തിയറിറ്റിക്കൽ സാധനമാണ്. തിയറിറ്റിക്കൽ സാധനത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നതും പിന്നെ കുറച്ചൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ തിയറിറ്റിക്കൽ ആണ്. ഇപ്പൊ നിങ്ങൾ ലിവിംഗ് വേൾഡ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഭയങ്കര സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും, കുറെ അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണ്ട, ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട എന്നുള്ളതാണ്. 50 60 100 ക്വിക്ക് ആയിട്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് 50 ക്വസ്റ്റ്യൻസ് ഒക്കെ പോകില്ലേ? ഓക്കെ, 15 മിനിറ്റ് കൊണ്ട് 50 ക്വസ്റ്റ്യൻസ് പോകും. അപ്പൊ ഞാൻ അന്ന് പഠിച്ചത്, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണ്, റിപ്പീറ്റർ ആണ്, വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബയോളജി ചാപ്റ്റർ ഒക്കെ കഴിയുമ്പോൾ അതിന് ക്വിക്ക് ആയിട്ട് ആ ദിവസത്തിൽ ഒരു 50 ക്വസ്റ്റ്യൻ ചെയ്യും. അതിന് ചിലപ്പോൾ എക്സാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 100 120 ഒക്കെ ചെയ്യാൻ പറ്റും. അത് ആ 150 ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 150 ചോദ്യം അല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലെവൽ എടുത്തു. ഇപ്പോൾ നമ്മൾ ഡോപ്പയുടെ മെറ്റീരിയലൊക്കെ അങ്ങനെയാണ്, ലെവൽ 1 എന്ന് പറഞ്ഞിട്ട് ലെവൽ 2 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ലെവൽ 1 നമ്മൾ എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ ചറവറാന്ന് ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ലെവൽ 1 ഓക്കെ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലെവൽ 2 എടുക്കുക. ലെവൽ 2 ഇങ്ങനെ ചെയ്യാം. ലെവൽ 2 ചറവറാന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 50 60 എണ്ണൊക്കെ ആകുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ലെവൽ 3 പോകാം. ലെവൽ 3 ഒരു 3 എണ്ണം ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ നഖം കടിക്കും, നീങ്ങുന്നില്ലല്ലോ, സ്റ്റേറ്റ്മെന്റ് പോലെ വരും. എന്തോ ഒരു പ്രശ്നമായി. പിന്നെ ഈ കഴിഞ്ഞ നീറ്റിന് വെച്ചാൽ കുറച്ച് വലിയ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് കിട്ടുന്നില്ല, കൺഫ്യൂഷനായി. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ആ എവിടെയാണോ കൺഫ്യൂഷൻ ആയത് ജസ്റ്റ് ഒന്നും കൂടിയൊക്കെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും നോക്കുക എന്നുള്ളത്. അവിടെയാണ് ചലഞ്ച് വരുന്നത്. നമ്മൾ ആ ചലഞ്ച് വരുന്ന ലിമിറ്റിംഗ് ഏരിയയിലാണ് നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. ആക്ച്വലി ഡോക്ടർ ആഷിഖ്, അവിടെ ഒരു ചെറിയൊരു ട്വിസ്റ്റ് കൂടി കിടക്കുന്നുണ്ട്. ആക്ച്വലി ആ ലെവൽ 3 ക്വസ്റ്റ്യൻസ് ചിലപ്പം തിയറി അറിയാത്തത് കൊണ്ട് മാത്രമായിരിക്കില്ല, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ബ്രെയിൻ ഡൈജസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കില്ല. അതാണ് ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഓൾമോസ്റ്റ് ബ്രെയിനിന്റെ വയറിങ്ങിനെ ഡിപെൻഡ് ചെയ്തിരിക്കുന്ന സാധനമാണ്. അപ്പൊ ലിവിംഗ് വേൾഡിലെ ലെവൽ 3 ക്വസ്റ്റ്യൻ ചെയ്യുന്ന കുട്ടിക്ക് 2 കാര്യമാണ് പുതിയതായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് നല്ല കൺസെപ്റ്റ് ലെവൽ ലിവിംഗ് വേൾഡിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രാക്ടീസും കിട്ടും. വലിയ സ്റ്റേറ്റ്മെന്റ് വായിച്ച് മനസ്സിലാക്കി അതിന്റെ ഉത്തരം അർത്ഥം എന്താണെന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ കുത്താനുള്ള സാധനം. അത് ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിങ്ങനെ നമ്മളൊരു 10 എണ്ണം ചെയ്യുമ്പോൾ സ്റ്റക്ക് ആവുണ്ടെങ്കിൽ പതുക്കെ ചെയ്ത് 50 60 70 ഒക്കെ ആകുമ്പോഴത്തേക്ക് അതും ഒരു സ്മൂത്ത് ആക്കി എടുക്കാൻ പറ്റും നമുക്ക്. അത് സ്മൂത്ത് ആക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്താ വിട്ടാന്ന്
വെച്ചാൽ ഒരു കോൺഫിഡൻസ് കിട്ടും, റെഡിയായി സെറ്റ് ആണ് എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഈ കോൺഫിഡൻസ് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ, മറന്നു പോകുന്നതാണ് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇനീഷ്യൽ തുടങ്ങുന്ന ആൾ ഒരു ബയോളജി ചാപ്റ്ററിന് ഒരു ക്വിക്കായി ചെയ്യേണ്ട 50 ക്വസ്റ്റ്യൻസിനും നല്ല എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ 150 ചെയ്യേണ്ട. ഇതിൽ തുടക്കത്തിൽ തന്നെ സാധാരണ കുട്ടികൾ ചോദിക്കുന്ന ഒരു സാധനമുണ്ട്, ഞാൻ ഈ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകണോ ചെയ്യേണ്ടത്, അത് ഒരു 100 എണ്ണം ചെയ്തു എന്നിട്ട് അതേ 100 എണ്ണം തന്നെ വീണ്ടും ചെയ്തു, പിന്നെ അതേ 100 അത് അതിനെ പറ്റിയുള്ള ഒരു എനിക്കതിൽ പ്രത്യേകിച്ച് അഭിപ്രായം പറയും. അതെന്താ വെച്ചാല് തുടങ്ങുമ്പോൾ സീരിയസ്ലി പറയാം, പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ബ്രെയിനോട് ഇങ്ങനെ എക്സ്പോസ് ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറെ ഡിഫറെന്റ് സിറ്റുവേഷൻസ് അത് എക്സാമിന്റെ ടുവേർഡ്സ് ലാസ്റ്റിലേക്ക് ചിലപ്പോൾ നമ്മൾ എക്സ്പോസ് ചെയ്ത ക്വസ്റ്റ്യൻസ് വീണ്ടും എടുത്ത് അതാണ് റിവിഷൻ സമയത്ത് ചിലപ്പോൾ വീണ്ടും ചെയ്തത് തന്നെ നമ്മൾ തിരിച്ചെടുത്ത് ചെയ്ത് നോക്കുക. അവിടെ ക്വിക്കായി മൂവ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. ഈ പറഞ്ഞ നമുക്ക് ഉണ്ടാക്കിയ കൺസെപ്റ്റ് ഒക്കെ മാഞ്ഞു പോയതൊക്കെ ബ്രഷ് അപ്പ് ചെയ്ത് ആ സമയത്ത് ബ്രെയിനെ സെറ്റ് ചെയ്യാന്നുള്ളതല്ല, ഇപ്പോഴാണ് ബ്രെയിനെ നമ്മൾ സെറ്റ് ചെയ്യും, പ്രാക്ടീസ് കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലെ, പണി കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കെമിസ്ട്രിയിലേക്ക് കിടക്കാം. കെമിസ്ട്രി ഇൻഓർഗാനിക് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യും, ചാപ്റ്റർ കഴിയുമ്പോൾ ബയോളജി മാതിരി തന്നെ ക്വിക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. ഇതേപോലെ തന്നെ അപ്പൊ ആക്ച്വലി എംസിക്ക് പ്രാക്ടീസ് ചെയ്യാൻ നീറ്റിന് ആകെ 2 ടൈപ്പേ ഉള്ളൂ. അതായത് ബയോളജി പോലുള്ള തിയററ്റിക്കൽ ആയിട്ടുള്ള സാധനവും പിന്നെ ഒരു അനലിറ്റിക്കൽ ന്യൂമറിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ, അത്രേ ഉള്ളൂ. അതിൽ ഇന്നലെ ഒരു കുട്ടി കൺഫ്യൂഷൻ ചോദിച്ചിരുന്നു, ഈ എന്താ പറയാ സ്ട്രക്ചർ ഓഫ് ആറ്റം ആ റിലേറ്റഡ്. ശരിക്കും അത് ഫിസിക്കൽ കെമിസ്ട്രി ആണ്. അല്ല, അത് പ്രശ്നമാണ്. ആ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിന് പ്രശ്നമുണ്ട്. ആ ചാപ്റ്റർ ആക്ച്വലി ഇൻഓർഗാനിക് ആണ്. പക്ഷെ തുടക്കത്തിൽ ഇപ്പോ ആറ്റം മോഡൽസ് സാധനങ്ങൾ സംഗതികൾ അതൊക്കെ തിയററ്റിക്കൽ ആണ്. അവസാനത്തേക്ക് ഒരു കോണ്ടന്റ് നമ്പറിന്റെ ഭാഗത്തേക്കും അത് കുറച്ച് അനലിറ്റിക്കലായി മാറും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തിയററ്റിക്കൽ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അപ്പൊ ഫിസിക്സ് പോലത്തെ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജി പോലത്തെ പോർഷൻസ് അതിലുണ്ടാവും. അപ്പൊ ഈ പോർഷനെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതേപോലെയുള്ള അപ്പൊ നമ്മൾ തിയററ്റിക്കൽ കഴിഞ്ഞു. ഇനി അനലിറ്റിക്കൽ ആണെങ്കിൽ എന്ത് ചെയ്യണം? അനലിറ്റിക്കൽ ഞാൻ ഇന്ന് ഫിസിക്സിന്റെ 1 ഡയമെൻഷണൽ മോഷൻ പഠിച്ചു. ഞാൻ ഇതിലെ ക്വസ്റ്റ്യൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എവിടുന്ന് പ്രാക്ടീസ് ചെയ്യണം? അതിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞുതരാം, എവിടെ നിന്നുള്ള കാര്യം പറഞ്ഞുതരാം. അത് സോഴ്സ് എവിടെ നിന്നും ആവാം, പക്ഷെ തുടങ്ങുന്ന സാധനം ലെവൽ 1 ആയിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി ഇപ്പോൾ ചില കുട്ടികൾ പറയുന്നുണ്ട് തുടങ്ങുമ്പോൾ പ്രീവിയസ് ഇയർ വെച്ച് ചെയ്യാന്ന് പറയുന്നത്. യൂഷ്വലി പ്രീവിയസ് ഇയറിന് ഒരു ലെവലില്ല. ലെവൽ 1 ഉണ്ടാവും, ലെവൽ 2 ഉണ്ടാവും, ലെവൽ 3 ഉണ്ടാവും. മിക്സ്ചർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ ആദ്യം തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ലെവൽ 3 ആയിരിക്കും, നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പടി വെച്ചിട്ട് നിങ്ങളിപ്പോൾ +2 98% മാർക്കും പണ്ട് സ്കൂളിൽ നിന്ന് ഗോൾഡ് മെഡലൊക്കെ മേടിച്ച ആളായിരിക്കാം, പക്ഷെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കുറവായിരിക്കും. അതുകൊണ്ട് അതിലേക്ക് എക്സ്പീരിയൻസ് ഉണ്ടായി വരണമെങ്കിൽ നിങ്ങൾ എന്തായാലും ലെവൽ ഉണ്ട്. അപ്പോൾ ഞാൻ പേഴ്സണലി പ്രീവിയസ് ഇയർ അഡ്വൈസ് ചെയ്യില്ല നിങ്ങളെ. പിന്നെ പ്രീവിയസ് ഇയർ ടുവേർഡ്സ് ലാസ്റ്റിലേക്കും എനിക്ക് പേഴ്സണലി അഡ്വൈസ്. ഈ പ്രീവിയസ് കൺഫ്യൂസിംഗ് ടേമാണ്. ഈ നീറ്റിനെ പറ്റി കഴിഞ്ഞ നീറ്റിന്റെ ക്വസ്റ്റ്യൻ അനാലിസിസ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബയോളജിയുടെ ഫാക്കൽറ്റി സാറ് പറഞ്ഞ കൃഷ്ണ സാറ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രീവിയസ് ഇയർ ചോദിച്ച ടോപ്പിക് എല്ലാം എടുത്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതല്ലാത്ത ടോപ്പിക്കായിരിക്കും അടുത്ത നീറ്റിന്റെ ക്വസ്റ്റ്യൻ വരിക. കാരണം അത് പഠിച്ചുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് ഈ പ്രീവിയസ് ഇയർ എന്നുള്ള ഈ ടേം പണ്ട് എങ്ങനെ കയറി വന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എൻട്രൻസ് എക്സാം കുറച്ചുകൂടി സിംപ്ലർ ആയിരുന്നു. അതിന് റിപ്പീറ്റഡ്ലി സെയിം ഏരിയ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആളുകൾ സമാധാനിപ്പിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് വന്ന ഒരു ടേമാണ് പ്രീവിയസ് ഇയർ. എനിവേ തുടങ്ങുമ്പോൾ പ്രീവിയസ് ഇയർ നോക്കണ്ട. പിന്നെ അതുപോലെ തുടങ്ങുമ്പോൾ NCERT പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട്. ഈ NCERT പ്രോബ്ലംസ് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കൈൻഡ് ഓഫ് ലെവൽ 3 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മളെ ചലഞ്ച് ചെയ്യുക, എന്നിട്ട് ആ ചലഞ്ച് വഴി നമ്മളൊരു കൺസെപ്റ്റ് പഠിപ്പിക്കുക എന്നുള്ളതാണ് NCERT മെത്തേഡ്. നമ്മളെ പണിയെടുപ്പിക്കാന്നാണ് ഉദ്ദേശം. അപ്പോൾ ആ ചലഞ്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ തുടക്കത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റക്കായി പോകാനുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു പുസ്തകം അതിപ്പോൾ നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഡോപ്പയിലാണെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് ഉഷാർ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. അതിനകത്ത് ലെവൽ 1 എടുക്കുക. ലെവൽ 1 തുടങ്ങേണ്ടത്. നിങ്ങൾ ആരായിരുന്നാലും ഹൂ അവർ യു ആർ അങ്ങനെയാണ് പറയാ. നിങ്ങൾ എത്ര വലിയ എന്താ പറയാ എത്ര പഠിപ്പിയായിരുന്നു, എത്ര വലിയ പഠിപ്പിയായിരുന്നു അങ്ങനെയല്ല, പഠിപ്പിന്നല്ല, നിങ്ങൾക്ക് പണ്ട് പ്രീവിയസ് എക്സ്പോഷർ ഉള്ള ആളാണെങ്കിൽ പോലും ലെവൽ 1 ചെയ്യാം. ലെവൽ 1 ഇതുപോലെ മുതൽ 12th വരെ ക്ലാസ് ടോപ്പർ ആയി വന്ന ഞാൻ അങ്ങനെയാണ് സ്ഥിരമായിട്ട് നമ്മളൊക്കെ എല്ലാവരും ഓൾമോസ്റ്റ് കുറേ അധികം ആളുകൾ അങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷന്റെ സൈഡിലേക്ക് എത്തുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ലെവൽ 1 ചെയ്യുക. ലെവൽ 1 ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു 60-70 എണ്ണമൊക്കെ ഇങ്ങനെ വെള്ളം പോലെ ഹൂന്ന് പോകുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ലെവൽ 2ലേക്ക് സ്വിച്ച് ചെയ്യുക. ലെവൽ 2ലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പോകും. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, മറ്റേ ചലഞ്ച് ഫീൽ ചെയ്യും. നമ്മൾ ബയോളജിയിൽ ലെവൽ 3 ഫീൽ ചെയ്ത സാധനമല്ലേ, അത് കുറച്ചും കൂടി നേരത്തെ ഫീൽ ചെയ്യും. ചിലപ്പോൾ ലെവൽ 1 തന്നെ ഫീൽ ചെയ്യും. ഇപ്പോൾ പേഴ്സണലി ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് ലെവൽ 1 തന്നെ ചലഞ്ച് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി എത്ര എണ്ണം പോവും ഒരു ദിവസമാണ് കിട്ടുന്നത്? ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് അവേഴ്സ് ഞാൻ പറയുള്ളൂ. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എത്ര സമയം എടുക്കണം? ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ആക്ച്വലി എക്സാമിന് 1 മണിക്കൂറാണ്, അല്ല 1 മിനിറ്റ് ആണ്. പക്ഷെ നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്യുന്ന തുടക്കക്കാരെന്നുള്ള രൂപത്തിൽ 3 മിനിറ്റ് ഒക്കെ ഒരു ആവറേജ് ടൈമിൽ 5 മിനിറ്റിന് മേലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയോ സ്റ്റെക്ക് ആണ്. അതുകൊണ്ട് ആ സ്റ്റെക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം, പെട്ടെന്ന് തന്നെ നോക്കാം, ഹെൽപ്പ് സീക്ക് ചെയ്യാം. അതിപ്പോ ഞാനിങ്ങനെ നമ്മുടെ റെസിഡൻസിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ ആദ്യത്തെ 1 മിനിറ്റിൽ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, രണ്ടാമത്തെ മിനിറ്റ് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുക,
മൂന്നാമത്തെ മിനിറ്റ് കഴിഞ്ഞിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ എക്സ്പ്ലനേഷൻ നോക്കുക, എന്നിട്ട് നിങ്ങൾ ആ എക്സ്പ്ലനേഷൻ നോക്കി വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് നാലാമത്തെ അഞ്ചാമത്തെ മിനിറ്റിൽ ഒന്നുകൂടെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എക്സ്പ്ലനേഷൻ നോക്കിയിട്ട് സ്വന്തമായിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ 5 മിനിറ്റ്സിൽ നമ്മൾ ഫിനിഷ് ചെയ്യണം ക്വസ്റ്റ്യൻ. അപ്പോൾ 1 മിനിറ്റിൽ നോക്കുക, പറ്റുമോ നോക്കുക. പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, പറ്റുന്നില്ലെങ്കിൽ 2ാമത്തെ മിനിറ്റിൽ സോൾവ് ചെയ്ത് നോക്കുക. 3ാമത്തെ മിനിറ്റിലും പറ്റിയില്ലെങ്കിൽ എന്തായാലും ഇത് നോക്കുക. ആക്ച്വലി ഒരു സ്കില്ലാണ്, ഒരു കൺസെപ്റ്റ് ആണ്. നമ്മളിങ്ങനെ കുറേ നേരം ആലോചിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ എവിടുന്നോ അത് വരൂല. അത് നമുക്ക് അറിയുന്നത് തന്നെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് അതേപോലത്തെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഫിസിക്സിനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അനലിറ്റിക് ടൈപ്പിന് ക്വിക്ക് ആയിട്ടുള്ള തിയറി വായിച്ച് എക്സാമിലേക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ കുറച്ച് സമയം ഞാൻ ഈ പറഞ്ഞ പോലെയാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തുടങ്ങുന്നത് ലെവൽ 1 നമുക്ക് ക്ലിയർ ആണെങ്കിൽ ലെവൽ 1 സ്പീഡിൽ പോകും. ഈ ലെവൽ 2 എത്തുമ്പോൾ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ സ്റ്റക്ക് ഫീൽ ചെയ്യുക. ആ സ്റ്റക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 5 മിനിറ്റ്സിൽ ഒരു ക്വസ്റ്റ്യൻ തീർക്കാൻ വേണ്ടി നോക്കാം. 5 മിനിറ്റ്സിൽ തീർക്കാണെന്ന് വിചാരിച്ചോ, ഒരു ആവറേജ് നിങ്ങൾ പഠിക്കുകയാണ്. ഇപ്പോൾ നിയാസ്ക +2 നീറ്റിന് പഠിക്കുകയാണ്. എത്ര മണിക്കൂർ ഒരു ദിവസം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിരിക്കും? അതായത് 6 hours ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക. പിന്നെ ഒരു 1 hour നമ്മൾ നോട്ട് വായിക്കാനും ബാക്കി കാര്യത്തിനൊക്കെ എടുത്തു. അപ്പോൾ 7 മണിക്കൂർ കഴിഞ്ഞു. ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ബാക്കി 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂറാണ് ബാക്കിയുള്ളത്. 6 മണിക്കൂർ പഠിക്കുന്നതിൽ 4 മണിക്കൂർ അതൊരു എന്താ പറയുക അനലിറ്റിക്കൽ ഫിസിക്സ് ടൈപ്പ് ഓഫ് കാര്യങ്ങളാണെങ്കിൽ വായിക്കാൻ ആകെ 2 hours ബാക്കി 4 hours പ്രാക്ടീസ് ചെയ്യാനായിരിക്കും. ബയോളജി ടൈപ്പ് ആണെങ്കിൽ നമ്മൾ അനലിറ്റിക്കലി തന്നെ പിടിക്കാം. അപ്പോൾ 4 hours നിങ്ങൾ ഇരിക്കുക. 4 hours എന്ന് പറഞ്ഞാൽ 4 × 6 240 മിനിറ്റ്. 240 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 50 ക്വസ്റ്റ്യൻ 60 ക്വസ്റ്റ്യൻ നമ്മൾ എത്തുള്ളൂ. കാരണം 5 മിനിറ്റിൽ നമ്മളിങ്ങനെ സ്റ്റക്ക് ആവുന്ന സ്ഥലമാണെങ്കിൽ ഒരു ദിവസം ഒരു 250 മിനിറ്റിൽ 50-60 ക്വസ്റ്റ്യൻ. അതെല്ലാം ടഫുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ്. അപ്പോൾ യൂഷ്വലി അങ്ങനെയാണ് നമ്മൾ ഒരു 5 മിനിറ്റിൽ തീർത്ത് പോകാന്നുള്ളതാണ്. അത് ചെയ്തു, ഇന്നത്തെ ദിവസം ചെയ്തു. ഇനി നാളെ എന്ത് ചെയ്യും? നാളെ ഇതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യാന്നുള്ളതാണ് പണി. യെസ്, മറ്റന്നാൾ കണ്ടിന്യൂഷൻ ചെയ്യാന്നുള്ള പണി. അങ്ങനെ കണ്ടിന്യൂഷൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ലെവൽ 2 നമ്മളൊന്ന് അങ്ങനെ എന്താ പറയാ, നമ്മളെ ഈ മറ്റേ നല്ല വലിയ ചിക്കൻ ഡ്രൈ ഫ്രൈയുടെ പീസില് വെജിറ്റേറിയൻസ് ഉണ്ടെങ്കിൽ എന്നെ നല്ല ചിലപ്പോ നല്ല ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ് ഇതായിക്കോട്ടെ, എന്താ പറയുക, നല്ല ഗോബി പൊരിച്ചത്, നല്ല കടത്തിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ഗോബി ഫ്രൈ സ്പൈസിൽ പൊരിച്ചതാണ്. ഇത് വായിലിട്ട് അത് ആദ്യം കാണുമ്പോൾ നമുക്ക് ഒറ്റ തിന്നലൊന്നും പറ്റില്ല. നമ്മൾ വായിലിട്ട് ഇങ്ങനെ ചവച്ച് വിഴുങ്ങാൻ പാകത്തിനുള്ള രൂപത്തിലാക്കണം. അതുപോലെ നമ്മൾ ഈ ലെവൽ 2 ഇങ്ങനെ ചവച്ച് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ലെവൽ 2 ഓക്കെ ആണെന്ന് ഫീൽ ചെയ്യണ ഒരു സമയത്ത്, അല്ലെങ്കിൽ ലെവൽ 2 എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞു, ഒന്നെങ്കിൽ ലെവൽ 2 എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ലെവൽ 2 പക്ക ആയി എന്നൊരു നിങ്ങൾക്ക് ഒരു ഇന്നർ ഫീൽ വരുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യുക, ലെവൽ 3ലേക്ക് തുടങ്ങാം. ഈ ഫീലൊക്കെ വരാൻ എത്ര സമയം എടുക്കും സാധാരണ? അതാണ്, അത് ഡിപ്പെൻസ് ആണ്. ഞാൻ ആദ്യം കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഒരു 200 ക്വസ്റ്റ്യൻ 250 ക്വസ്റ്റ്യൻ ഒക്കെ എത്തുമ്പോഴാണ് 250 ക്വസ്റ്റ്യൻ വരെ ഒരു 4-5 ദിവസം ചിലപ്പോൾ എടുക്കാം. 5 ദിവസം പ്രാക്ടീസ് ചെയ്ത് 250 ക്വസ്റ്റ്യൻ ഒക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ഈസി ഫീൽ വരുന്നത്. ഓക്കെയാണ്, ഡൺ, റെഡി. തിയറി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വളരെ ക്വിക്ക് ആയിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ 150 200 വേഗം പോകുന്നെങ്കിൽ, പക്ഷെ അത് ഈ ഇതിനകത്ത് ഒരു എന്താ പറയാ ഒരു സാധനം കാണാനുള്ളത് എന്ന് വെച്ചാൽ, ഐറണി കാണുന്ന സാധനം എന്ന് വെച്ചാൽ പറയും, സാർ ഞാൻ ബയോളജി ഒക്കെ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഫിസിക്സ് മാത്രമേ പ്രാക്ടീസ് ചെയ്യാത്തുള്ളൂ എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ എളുപ്പമുള്ളത് കുറേ, നമുക്കൊരു സാധനം അങ്ങനെ ഉണ്ട്, ഞാൻ കുറേ ചെയ്തു എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുള്ളത് കുറേ ചെയ്തു. പാടുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യൂല, അധികം തൊടൂല. അപ്പൊ ഇനീഷ്യലി നമ്മൾ ഈ 3 സബ്ജക്റ്റും ഒരു പ്രത്യേക പ്രൊപ്പോർഷണൽ കീപ്പ് ചെയ്തിട്ട് തന്നെ പോകണം. അതിന്റെ ടൈം നമ്മൾ വേറൊരു വീഡിയോ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ വീഡിയോയിൽ ടൈം ഒരു രണ്ടാമത്തെ വീഡിയോയിലുണ്ട്, അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്ന ബയോളജി ടൈപ്പ് ഓഫ് ഇതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഫിസിക്സ് ടൈപ്പിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഒരു ദിവസത്തേക്ക് ഒരു 50 ക്വസ്റ്റ്യൻസ് ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ചാപ്റ്ററിന്റെ സെഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡോപ്പ ആപ്പിലുണ്ട് സെഷൻ വൈസ് ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് അവൈലബിൾ. 50 ക്വസ്റ്റ്യൻസ് ഒക്കെ ആവും ചെയ്യുന്നത്. അത് ഓവർ എ ചാപ്റ്റർ നമ്മൾ 200 to 300 ക്വസ്റ്റ്യൻസ് അതിന് 3-4 ഡേയ്സോ എടുക്കും. ആ ഒരു ചാപ്റ്ററിന്റെ എക്സാം വരുന്നതിന് മുന്നേ ഒരു പ്യുവർ അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതിൽ തിയറി കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്വിക്ക് ആയിട്ട് പോകാൻ പറ്റിയത് മറ്റത് കൂടെ ആണെങ്കിൽ നമ്മൾ ഇതിനേക്കാളും കുറച്ചുകൂടെ നമ്പർ ഇതിന് കൂടണം. സോ ഡെഫിനറ്റ്ലി ആ ഒരു രൂപത്തിലാണ് ചെയ്യുക. പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി, ഏത് ഗൈഡും ആണ് ഏറ്റവും ബെറ്റർ ക്വസ്റ്റ്യൻസ് കിട്ടുക? ബെസ്റ്റ് ഗൈഡ് ഏതാണെന്നുള്ള കാര്യം. അപ്പോൾ ഇതിന് ഒരു സിംഗിൾ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൈഡും അതുണ്ട്. പിന്നെ വെച്ചാൽ ഒരു ഗൈഡും അത്ര നല്ല ഗൈഡൊന്നും അല്ല. നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ മാത്രം ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗൈഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗൈഡ് എ ആണ് നിങ്ങൾ എടുത്തത്. ഇപ്പോൾ ഗൈഡ് എന്റെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർന്നിട്ട് നിങ്ങൾക്ക് ഗൈഡ് ബി എടുക്കാം, ഗൈഡ് ബി തീർന്നിട്ട് ഗൈഡ് സി എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യം ഗൈഡ് ബി എടുത്തെങ്കിൽ അത് തീർന്നിട്ട് പിന്നെ എ എടുത്താൽ മതി. അത് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള എന്തെങ്കിലും സാധനത്തിൽ നിന്ന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കുറേ പേര് അത് അന്വേഷിച്ച് കണ്ട് ഏത് ഗൈഡാന്ന് എടുക്കും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ 10% പാർട്ടിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ള ഏത് ഗൈഡാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ചിലത് 8 ആവും, ചിലത് 9 ആവും, ചിലത് 8.5 ആവുന്നുള്ളൂ. ബാക്കി 90% നിങ്ങളെ വർക്കാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വർക്കിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ്
കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുക, ക്വസ്റ്റ്യൻ എപ്പോൾ ചെയ്ത് തുടങ്ങണം, ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തുടങ്ങണം. ഡെയിലി എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം, അത് തിയറിറ്റിക്കൽ ആണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് പോകും, അനലിറ്റിക്കൽ ആണെങ്കിൽ കുറച്ചേ പോകുള്ളൂ, കുഴപ്പമില്ല. ഒരു ക്വിക്ക് റിവിഷനിൽ ഒരു 50 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഏത് ഗൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റത്തെ. അത് ഫോളോ ചെയ്യാം. ഒരു സാധനം അതുകൊണ്ട് കേട്ടോ, ഇപ്പോൾ ഒരു ചാപ്റ്റർ ഒരു ഗൈഡിൽ നിന്ന് പഠിച്ചു, വേറെ ചാപ്റ്റർ വേറെ ഗൈഡിൽ നിന്ന് പഠിച്ചു, വേറൊരു സാധനത്ത് നിന്ന് പഠിച്ചു, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു സാധനം തന്നെ കംപ്ലീറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അടുത്തത് കംപ്ലീറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അടുത്ത കംപ്ലീറ്റ് ചെയ്യുക, ആ രൂപത്തിലേക്ക് പോവാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരു ചാപ്റ്ററിന് ടോട്ടൽ എത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്യണം, 200 ക്വസ്റ്റ്ൻ ചെയ്യണം. ഇത് ചെയ്യാൻ എത്ര സമയം എടുക്കും, 4-5 days. ഓക്കെ, അത് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 4-5 days എടുക്കും. അപ്പൊ നമ്മളെ പ്രാക്ടീസിൽ ഏത് സമയത്ത് നമ്മൾ അതുകൂടെ പറയാം, ഏത് സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ഉൾക്കൊള്ളിക്കണം. നമുക്കിപ്പോ ഒരു ഫിസിക്സ് ഒരു ഡേ, ഫിസിക്സ് ഒരു ഡേയിൽ ഇപ്പോൾ ഒരു ഫിസിക്സിന്റെ ഒരു ചാപ്റ്റർ ആണ്, ഫിസിക്സിന്റെ ഒരു ചാപ്റ്റർ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ക്വിക്കായിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ട് അപ്പം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുകയാണ് ചെയ്യേണ്ടത്. ഉറപ്പായിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ മൊത്തം തീർന്നിട്ട് ചെയ്യാമെന്നുള്ള രൂപത്തിലൊന്നുമല്ല. വീഡിയോ ക്ലാസ് അവൈലബിൾ ആയാലും ഒന്നുകൂടി വീഡിയോ 2x കാണുന്ന രൂപം കണ്ടിട്ടുണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് വീഡിയോ ക്ലാസ് കാണേണ്ടത്, രണ്ടാമത് നോട്ട് വായിക്കേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ആ നോട്ടിലുള്ള നോട്ട് തുറന്നു വെച്ചിട്ട് ചെയ്താൽ മതി. അങ്ങനെ ഒരു കാര്യമുണ്ട് അല്ലേ. നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നത് ആക്ച്വലി നിങ്ങൾ നോളജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള. അവിടെയും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ അതേ ഒരു പോയിന്റ് പറയട്ടെ, തുടക്കം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, നല്ല ഡിഫിക്കൽട്ട് ആവും. നിങ്ങൾ പണ്ട് നല്ല ടോപ്പറായി വന്ന ആളുകൾക്ക് 30ൽ 10 ക്വസ്റ്റ്യനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് കരയൊന്നും വേണ്ട, കരഞ്ഞോട്ടെ കുഴപ്പമില്ല, അത് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലാണ് എന്ന് കണ്ട് സമാധാനിക്കുക. പക്ഷെ സ്റ്റിൽ വെരി ഡിഫിക്കൽട്ട് ആണ്. ഈ പറഞ്ഞതുപോലെയുള്ള സിമ്പിൾ ആയിരിക്കില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വേണം നിങ്ങളെ മാത്തമാറ്റിക്സും നിങ്ങളെ ഫിസിക്സ് സ്കില്ലൊക്കെ ഉണ്ടാക്കാൻ. ഇത് എവിടുന്നോ വന്നൊരു സ്കില്ലല്ല. ആക്ച്വലി എനിക്ക് റൂട്ട് നോക്കാനറിയില്ല, ലോഗ് നോക്കാനറിയില്ല, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ അതൊരു കാര്യമുണ്ട് കേട്ടോ. പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് മാത്തമാറ്റിക്സ് വേണ്ടി വരും. നമ്മുടെ ഡോപ്പ ട്രോൾസ് പറഞ്ഞ പേജിനകത്തുണ്ട്, മറ്റേ ശ്രീനിവാസൻ, മറ്റേ ഏത് സിനിമയായിരുന്നത്, ബാർബറാംബാലന്റെ കഥയിൽ ആദ്യം ആ കസേര കൊണ്ടുപോയി കളഞ്ഞിട്ട് പിന്നെ പോയി കസേര. അതേപോലെ നമ്മൾ പണ്ട് ഉപേക്ഷിച്ചിട്ട മാത്സിന്റെ സാധനങ്ങൾ, റൂട്ട് നോക്കാൻ, ഫ്രാക്ഷൻ നമ്പർ കൂട്ടാൻ കുറയ്ക്കാൻ. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്ക്, എനിക്കുള്ള പ്രശ്നം എന്തായിരുന്നു അറിയോ, എന്റെ 3x2 ആയിരുന്നു പ്രശ്നം. 3x2 എന്ന് പറഞ്ഞാൽ ഞാൻ 5 എന്ന് എഴുതും, അതായിരുന്നു എന്റെ പ്രശ്നം. എന്റെ ഒരുപാട് ക്വസ്റ്റ്യൻ തെറ്റിപ്പോയിട്ടുണ്ട് 3x2 6 എഴുതാത്ത കാരണം. അത് നമ്മൾ നിങ്ങൾ തന്നെ സെൽഫ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഫ്രണ്ടിനോട്, ഡോപ്പയിലാണെങ്കിൽ മെൻറ്ററോട് ചോദിക്കാം, കോർഡിനേറ്ററോട് ചോദിക്കാം, ഇതെങ്ങനെ ചെയ്യുക, ഈ ലോഗിന്റെ കാര്യം ഒന്ന് പറഞ്ഞു തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് അവരത് പറഞ്ഞു തരും. അതോടുകൂടി നമ്മുടെ ആ ഒരു ഭാഗം രക്ഷപ്പെട്ട് കിട്ടും. അതാണ് സാധനം. സോ ആ രൂപത്തിലേക്ക് ഇംപ്രൂവൈസ് ചെയ്തിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഒരു കോറാണ്, ഒരു ഹാർട്ട്, ഒരു സോൾ പാർട്ടാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു സാധനം മുഴുവനായിട്ട് ചെയ്യാന്നുള്ളതാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിൽ മാസ്റ്ററൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സാധനം കിട്ടുക. പിന്നെ ഇതേപോലത്തെ വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചോദിക്കുക. ഇനിയിപ്പോൾ സ്പെസിഫിക്കലി ഓരോ സബ്ജക്റ്റ് വൈസ് വേണമെന്നെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ചോദിക്കുക. താഴെ കമന്റ് ബോക്സിൽ വരിക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. ബെൽ ബട്ടൺ അമർത്തുക. എന്തിനു വേണ്ടിയിട്ടാണ് ബെൽ ബട്ടൺ അമർത്തുക? നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി, പുതിയ വീഡിയോ വരാൻ വേണ്ടിയിട്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.